എനിക്ക് അപ്പോഴേ ഇവരുടെ തരികിടയിൽ വലിയ സംശയം തോന്നിയതാ. ഇത് രാജുവിനിട്ടും ഋതികമോൾക്കിട്ടും കൊടുക്കുന്ന പണിയാ. അല്ലെങ്കിൽ ഉണക്ക അയലക്കറിയൊക്കെ എടുത്ത് പള്ളയിൽ കളയാൻ ഈ തള്ള പറയൂ. ഒന്നാമത് വയർ ആസിഡ് ഭരണിയാക്കുന്ന സാധനങ്ങളെ ഈ കിളവി കഴിക്കാറുള്ളൂ. ഉണക്കപ്പരവ, ഞണ്ട്, കൂന്തല്, മൃഗങ്ങളുടെയൊക്കെ കൊടല്, ലിവറ്. എന്റെ മനുഷ്യ, നിങ്ങളുടെ അച്ഛൻ ആ ഓട്ടം തുള്ളലുകാരൻ ഇവരെ എങ്ങനെ സഹിച്ചു? ആ പാവം കല്യാണ സൗഗന്ധിക്കാൻ തുള്ളാൻ വന്നതാ. പിന്നെ അമ്മിണി സ്വയം വരെ തുള്ളാൻ തുടങ്ങി. ഒടുക്കം വീടിന്റെ ചുറ്റിനും തുള്ളേണ്ടി വന്നു. പാവത്തിന് എവര് കാരണം പ്രാന്തായി പ്രിയേ. ആ പിള്ളേര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് ഇവര് വെച്ച വേലയാ. ഋതുമുള്ളത് വിശ്വസിച്ചോ? പേടി കൊണ്ട് വിശ്വസിച്ചു പോവുമല്ലോ. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചില്ലെങ്കിൽ രാജു മരിച്ചു പോവുമെന്നാ അവര് പറഞ്ഞത്. അക്കൂട്ടത്തില് നമുക്കിട്ടും വേല വെച്ചു. എല്ലാവരും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമെന്നാണല്ലോ അവര് പറഞ്ഞത്. ഈ അവതാരത്തിന്റെ തലയിൽ ഇതിന് മാത്രം ബുദ്ധി എവിടെ നിന്ന് കിട്ടുന്നത്? ഇത് നല്ല ബുദ്ധിയൊന്നും അല്ലല്ലോ, കുരുട്ടു ബുദ്ധിയല്ലേ. ഇനി ഇവരെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ജയേട്ടാ. ഈ വയ്യാവിലി എടുത്ത് എങ്ങനെയെങ്കിലും പുറത്തു കളയണം. നീ ലക്ഷണമൊത്തൊരു മരുമകളാണ് പ്രിയെ. ഒരു മരുമകളെന്ന് വെച്ച ഏതൊരു അമ്മായിയമ്മയും വിഴുകുന്ന രാജവെമ്പാലയാവണ്ടേ. നീയേ എന്തെങ്കിലും ഒരു വേല വെച്ച് അവരെ പുറത്ത് ചാടിക്കാൻ നോക്കും. ഞാൻ രാധമ്മയുടെയും വേണുവിന്റെയും മകളാ. എനിക്കിത്തരം വൃത്തികെട്ടവരെ ഒന്നും മേരിക്കാനുള്ള പിടിപ്പൊന്നും ഇല്ല. എടി, ഈ രാജ്യത്തെ മരുമകൾ പാര എഡ്യൂക്കേഷൻ സെന്റർ വല്ലതുണ്ടോ? എന്തിനാ ചേട്ടാ? നിന്നെ അവിടെ കൊണ്ട് ചെന്നാക്കാനാ. നടപ്പുള്ള കാര്യം വല്ലതും പറ ജയേട്ടാ. ജയേട്ടാ, രാജുവിനെ വിളിച്ചൊന്ന് പറയാവോ? ഈ പൂജയും വ്രതമൊക്കെ ഇവരുടെ തട്ടിപ്പായിരുന്നെന്ന്. പറയാം. വെറുതെ അവരുടെ ലൈഫ് എന്തിനാ പാഴാക്കുന്നത്? എന്താ അളിയാ? എന്റെ പൊന്നളിയാ, ഒരു തട്ടിപ്പിന്റെ കാര്യം പറയാണ് ഞാൻ വിളിച്ചത്. തട്ടിപ്പോ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്റെ അമ്മ ഇല്ലേ കൊച്ചമ്മണി, അവര് നിങ്ങളെ കൊണ്ട് ബ്രഹ്മചര്യം വ്രതം ചെയ്യിപ്പിക്കാൻ നോക്കുന്നില്ലേ? ഇതവരുടെ വേലയാളിയാ. ആരാ രാജു? ബ്രഹ്മചര്യ വ്രതം അളിയന്റെ അമ്മയുടെ വേലയായിരുന്നു അല്ലേ? അതെ അളിയാ.